ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ടൈം ടു ഗെയിമിംഗ്. ഇത് നമ്മുടെ ആദ്യത്തെ ചാനലിൽ ആദ്യത്തെ നമ്മുടെ വോയിസ് ഓവറാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് സ്റ്റിക്ക് ബാർ ലെഗസി ആണ്. ആദ്യത്തെ ടൂർണമെൻറ്റ് മൂഡാണ് നമ്മളിന്ന് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാണ് ഗൈസ് നമുക്ക് ആ ക്രേറ്റിൽ നിന്ന് കിട്ടിയത്. ഇനി നമുക്ക് ടൂർണമെൻറ്റ് കളിക്കാം. ടൂർണമെൻറ്റ് ഗൈസ്, ഇതിൽ ഡിഫിക്കൽട്ടി നോർമൽ ഉണ്ട്, ഹാർഡ് ഉണ്ട്, ഇൻസൈൻ ഉണ്ട്. നമ്മൾ ശത്രു കുടുംബമാണല്ലോ, അപ്പോൾ ഹാർഡ് കൊടുക്കും. നമുക്കിതിൽ അവതാർ ആർച്ചറിൻ്റെ കൊടുക്കാം. അപ്പോൾ നമുക്ക് 250 മോർ ഡാമേജ് കിട്ടുന്നതാണ്. കണ്ടു ഗൈസ്, ഹാർഡിലാണ് നമ്മുടെ ബ്രേക്ക് എന്നാണ് നമ്മുടെ ഒപ്പോണൻറ്റിൻ്റെ പേര്. നമ്മൾ കളിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ അപ്ഗ്രേഡ്സ് ഉണ്ട്. നമ്മുടെ ജയൻറ്റിനെ ഫുൾ അപ്ഗ്രേഡ് ആകാണ്. ഒരു മിനിറ്റ് ഗൈസ്, ഞാൻ സൗണ്ട് കുറച്ചട്ടെ. പിന്നീട് ഗൈസ് നമ്മൾ ആർച്ചറിനെ അപ്ഗ്രേഡ് ചെയ്യാൻ ഫുള്ളാക്കാണ്. പിന്നെ അതുപോലെ തന്നെ ഈ കാസൽ ആർച്ചറിനെ നമ്മൾ ഫുള്ളാക്കാണ്. അതിന് ശേഷം നമ്മൾ സ്പാർട്ടൈം ഓക്കെ. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഇത്. ഒരെത്തിക്കൊള്ളണം അത്ര പെട്ടെന്ന് തന്നെ. ഓക്കെ, നമ്മൾ മെച്ചോടങ്ങുകയാണ് ഗൈസ്. ഒരു സോർട്ട് മാൻ കൂടെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഒരു പിക്കാസ് വർക്കർ, അതായത് മൈനിങ് വർക്കർ കൂടി മേടിച്ചിട്ടുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് അടിച്ചില്ലെങ്കിൽ ലൈക്ക് അടിക്കൂ, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യൂ ഗൈസ്. ഗൈസ്, അവർ ആർച്ചറിനെ മാത്രമേ ഇതുവരെ അടിച്ചിട്ടുള്ളൂ. വലിയ കുഴപ്പമില്ല, നമ്മൾ ജയിക്കാമെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷയല്ല, ഉറപ്പ്. അത്യാവശ്യം ഉണ്ട്, കുറച്ചുകൂടി പഠിക്കണം. രണ്ടായിട്ടുണ്ട്, മേടിച്ചാൽ നമുക്ക് 8 പേരുണ്ടാവും. നമുക്ക് 4 മൈനാണുള്ളത്. അപ്പോൾ ഒരു മൈനയിൽ 2 ആൾ വെച്ചിട്ട് മൊത്തം 8 പേര്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മൈൻ ചെയ്യാം, ജയൻറ്റിനെ മേടിക്കാം. അങ്ങനെയാണെങ്കിൽ അവരെ പെട്ടെന്ന് തീർക്കാം. നമുക്ക് 4 മൈനിലായിട്ട് 8 വർക്കേഴ്സിന് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് മാക്സിമം കൂടുതൽ ഒരേ സമയം മൈൻ ചെയ്യാം. ജയൻറ്റിനെ മേടിക്കുന്ന സമയം നമ്മൾ പോയിന്റ് വഴി നമ്മൾ ജയൻറ്റിനെ മേടിക്കാൻ പോകുന്നത്. കണ്ടില്ല ഗൈസ്, അവരുടെ ഒരു പുതിയൊരു ഷോട്ട് നോക്കൂ. അവരുടെ ക്യാപ്റ്റൻ തന്നെയാണ്. അവർ സോംബിനെ ഇറക്കി ഗൈസ്. നമ്മളിതേ സോംബിനെ ഇറക്കാമാണ് ഗൈസ്. ഗൈസ്, നമ്മുടെ ജയൻറ്റ് വന്നു ഗൈസ്. ആദ്യത്തെ ജയൻറ്റ് ഒറ്റയടി തന്നെ സോംബിനെ തീർത്തു. നമ്മൾ അടുത്ത സോംബിനെ ഇതാ ഒരൊറ്റ നമ്മുടെ ഓപ്പണായിട്ട് അവനെ നമ്മൾ നാട്ടിൽ തന്നെ പേടിച്ച് പറച്ച് ഏൽപ്പിച്ചു. അവൻ അത്രയ്ക്കുള്ള ധൈര്യമുള്ള ഗൈസ്. നമ്മുടെ അടുത്ത് മുട്ടാനൊന്നും ആയിട്ടില്ല. നമുക്ക് അങ്ങനെ 2 ജയൻ്റ് ആയിരിക്കുകയാണ്. ഒരു ജയൻറ്റിനെ കൂടി മേടിച്ചിട്ട് ബാക്കിയുള്ള വയസ്സിൽ നമ്മൾ മൊത്തം ആർച്ചേഴ്സിന് മേടിക്കുകയാണ്. കാരണം ആർച്ചേഴ്സ് എന്ന് പറയുന്നത് ദൂരത്ത് നിന്നിട്ട് തന്നെ കുറേ അറ്റാക്ക് ചെയ്ത് അവരുടെ സ്ട്രെങ്ത് ഇതൊക്കെ കുറയ്ക്കും. നമ്മൾ അടുത്ത മൊത്തം ആർച്ചറിന് മേടിക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു കട്ട സ്പാർട്ടൻസ്, അതിന് ഒരു യൂണിറ്റ് സ്വാഡ്, കഴിഞ്ഞ് 2 മജീഷ്യൻസ്. അതാണ് നമ്മുടെ ഒരു സ്ട്രാറ്റജി ഗെയിമിൽ.
ഗൈസ് ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. നമുക്ക് 3 ചൈൻസായി. ഇനി മൊത്തം ആർച്ചേഴ്സിന് അടിക്കാം. നമുക്ക് 10 ആർച്ചേഴ്സിനാണ് മേടിക്കേണ്ടത്. ഇനി 3 എണ്ണത്തിനും കൂടി മേടിക്കണം. 3 ആർച്ചേഴ്സിനും കൂടി മേടിക്കണം. അത് കഴിഞ്ഞിട്ട് 4 സ്പാർട്ടൻ, അത് കഴിഞ്ഞിട്ട് മൊത്തം സ്വാഡ്, അല്ല 2 മജീഷ്യനും 2 സ്വാഡും. അവരറ്റാക്ക് ചെയ്തു. ജയന്റിന്റെ കൺട്രോൾ അവരെ മൊത്തം അടിച്ച് നമ്മളാണ് കൺട്രോൾ. പക്ഷെ എല്ലാത്തിനെയും തീർത്തിട്ട് നമ്മള് ഭൂമിയിൽ കിടക്കാൻ അതിൽ 2 ചത്തുണ്ട്. 2 ഷൂട്ട് നമ്മൾ കയറി ഇളക്കാണ് എല്ലാത്തിനെയും. നമ്മളെ അടിയാണ് സ്റ്റാച്ചു ആദ്യം കൊണ്ടു. ജൈനോട് നമ്മൾ ഓടുകയാണ്. കൺട്രോൾ ചെയ്തായിരുന്നു ജൈനടിച്ച്. അടുത്ത ജൈൻ്റെ ഉണ്ടാക്കി കൂടുതൽ നമ്മൾ ഹാർഡിലിട്ട് ജയിച്ച് സർവീസ് അത് ഗൈസ് നമ്മളങ്ങനെ സിമ്പിളായി ജയിച്ചിരിക്കുന്നു. എന്തൊക്കെ നമുക്കിപ്പോൾ നമുക്ക് അടുത്ത ഓപ്പണായിട്ട് നമ്മുടെ ആരെ നോക്കാം. Z4CK സാക്ക്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയി ഉടനെ തന്നെ കാണാം. നിങ്ങൾ ഈ വീഡിയോയ്ക്ക് തന്ന സപ്പോർട്ടിനും ലൈക്കും ഷെയറിനും ഒക്കെ അനുസരിച്ചായിരിക്കും നമ്മുടെ അടുത്ത വീഡിയോയിലുള്ള സൈൻ. അപ്പോൾ പെട്ടെന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.